ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രസവിക്കും, വർഷങ്ങളോളം മുലയൂട്ടും, ഒറ്റക്കണ്ണ് മാത്രം അടച്ചുറങ്ങും, ഇമോഷണലായ ബുദ്ധിയുള്ള ഡോൾഫിൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോൾഫിനുമായിട്ടാണ് ഗൈസ്. നമുക്ക് കൂടുതൽ അറിയാം. ഡോൾഫിൻ്റെ സ്ഥിര മന്ദഹാസമുഖം ആശയക്കുഴപ്പമുണ്ടാകുമെങ്കിലും അതൊരു മത്സ്യമാണെന്നാണ് പലരും കരുതുന്നത്. കടലിലും നദികളിലും കുതിച്ച് നീന്തി മറിഞ്ഞ് കസർത്തുകൾ കാണിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളതിനാലും അതിൻ്റെ ശരീരരൂപത്തിലെ മീൻ സാമ്യവും ഒക്കെ കൊണ്ട് ഡോൾഫിൻ വലിയൊരു മീൻ എന്ന് തന്നെ ഉറപ്പിച്ചു പോകും. നീലത്തിമിംഗലം ഡോൾഫിനും സസ്തനികളാണെന്നൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അതത്ര മനസ്സിൽ കയറിയിട്ടില്ല പലർക്കും. ഡോൾഫിൻ എന്ന് പേരിട്ടത് തന്നെ ഈ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ്. ഡെൽഫിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഡോൾഫിൻ എന്ന പദം ഉരുത്തിരിഞ്ഞെത്തിയത്. ഗർഭപാത്രമുള്ള മീൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രസവിക്കുന്ന ജീവിയാണെന്ന് പണ്ട് മുതലേ ആളുകൾക്ക് അറിയാമായിരുന്നു. കടൽപ്പന്നി എന്നും ഇതിന് പേരുണ്ട്. മേൽ കീഴ് ചുണ്ടുകൾ യോജിക്കുന്നിടത്തെ പ്രത്യേക ആകൃതി മൂലം ഡോൾഫിൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഇവയോട് മനുഷ്യർക്ക് പ്രത്യേക ഇഷ്ടവും ഉണ്ടായിരുന്നു. 0 മുതൽ 30 ഡിഗ്രി വരെ തണുപ്പും ചൂടും ഒക്കെയുള്ള ഒരുവിധം എല്ലാ സമുദ്രങ്ങളിലും ഇവർ ഉണ്ട്. ശുദ്ധജലം ഒഴുകുന്ന സിന്ധു ഗംഗാ നദികളിൽ ജീവിക്കുന്ന ഡോൾഫിൻ ഇനങ്ങളും ഉണ്ട്. ഡെൽഫിനിഡെ കുടുംബക്കാരായ 40-ലധികം ഇനം ഡോൾഫിനുകളും ലോകത്തങ്ങിങ്ങുമായി ഉണ്ടെങ്കിലും ബോട്ടിൽ നോസ് ഡോൾഫിൻ എന്ന ഇനത്തെയാണ് എല്ലാവർക്കും വളരെ പരിചയം. ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കണ്ട് ഡോൾഫിൻ എന്നാൽ കുപ്പിമൂക്കൻ ഡോൾഫിൻ എന്നായിട്ടുണ്ട് പൊതുധാരണ. 1.5 മീറ്റർ മാത്രം നീളമുള്ള പൊപ്പോട്ടോ എന്ന ഇനം മുതൽ 9.5 മീറ്റർ വരെ നീളമുള്ള കില്ലർ വെയിൽ വരെ കടലിലുണ്ട്. ചെറുതിമിംഗലങ്ങളെ വേട്ടയാടി കൊള്ളുന്നവർ എന്ന ഉദ്ദേശത്തിൽ പണ്ട് നാവികർ പ്രചരിപ്പിച്ച വെയിൽ കില്ലർ പ്രയോഗം ആണ് തലതിരിഞ്ഞ് കില്ലർ വെയിൽ എന്നായത്. അവർ മനുഷ്യരെ ആക്രമിക്കുന്ന ഭീകരർ ഒന്നുമല്ല, അവയും പാവം ഡോൾഫിനുകൾ തന്നെയാണ്. ഡോൾഫിനുകൾ മറ്റ് സസ്തനികളെപ്പോലെ തന്നെ പ്രസവിച്ച് മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ്. അതുപോലെ വെള്ളത്തിനുള്ളിൽ നിന്നും മത്സ്യങ്ങളെപ്പോലെ ചെകിളകളിലൂടെ ഓക്സിജൻ ഉള്ളിലെടുക്കാൻ കഴിയുന്നവരുമല്ല. വായു ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റി ശ്വസിക്കുന്നവരാണ്. അതായത് വെള്ളത്തിന് മുകളിൽ ഇടയ്ക്ക് വന്ന് ശ്വാസം എടുത്താണ് ഇവർ മുങ്ങുന്നത്. മേൽചുണ്ടും കീഴ്ചുണ്ടും അല്പം നീണ്ട് മൂക്ക് പോലെ തോന്നിക്കുന്നതിനാലാണ് കുപ്പിമൂക്കൻ എന്ന പേര് ഇവർക്ക് കിട്ടിയത്. പക്ഷേ ഇതല്ല അവരുടെ മൂക്ക്. ശ്വാസം കഴിക്കുന്ന ദ്വാരമുള്ളത് തലയുടെ നെറുകയിലാണ്. ഒരടപ്പ് കൊണ്ട് മൂടാൻ പറ്റുന്ന ബ്ലോ ഹോളാണ് തിമിംഗലങ്ങളുടേതുപോലെ ഇവരുടെയും മൂക്ക്. അടപ്പുള്ളതിനാൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കയറാതെ അത് സഹായിക്കും. 5 തൊട്ട് 8 മിനിറ്റ് സമയം വെള്ളത്തിൽ മുങ്ങിക്കഴിയാൻ പറ്റും എന്നത് മാത്രമല്ല, ചില ഇനങ്ങൾക്ക് ചില സമയങ്ങളിൽ ഈ മുങ്ങിക്കഴിഞ്ഞാൽ 20 മിനിറ്റ് വരെ ദീർഘിപ്പിക്കാൻ കഴിയും. ഇവർക്ക് മണം അറിയാനുള്ള സ്വീകരണികൾ മൂക്കിൽ ഇല്ലാത്തതിനാൽ ആ കഴിവ് ഇല്ലെന്ന് തന്നെ പറയാം. മൂക്കെന്നത് നമ്മളെപ്പോലെ മണക്കാനുള്ളത് കൂടിയല്ല ഇവർക്ക്, വെറും ശ്വാസം കഴിക്കാനുള്ള ദ്വാരം മാത്രമാണ്. ഡോൾഫിനുകൾക്ക് വളരെ ആഴത്തിൽ മുങ്ങാനുള്ള കഴിവുണ്ട്. ദേഹത്തുള്ള ബ്ലബ്ബർ എന്ന് വിളിക്കുന്ന കൊഴുപ്പ് കവചം മൂലം തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയും. വെള്ളത്തിലെ മീനുകൾ, സ്ക്വിഡുകൾ, കണവകൾ, നീരാളികൾ തുടങ്ങിയ പലതരം ജീവികളെയാണ് ഇവർ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. കില്ലർ വെയിലുകൾ, കൊലയാളി തിമിംഗലങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നവ സത്യത്തിൽ ഓർക്ക വിഭാഗത്തിൽപ്പെട്ട ഡോൾഫിനുകൾ തന്നെയാണല്ലോ. അവയൊക്കെ വലിയ ജീവികളായ സ്രാവുകൾ, പെൻഗ്വിനുകൾ തുടങ്ങിയവയെ വരെ തീറ്റയാക്കും. സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ ഡോൾഫിനുകൾ. കൂട്ടമായി ഇര തേടുന്ന രീതിയും ഇവർക്കുണ്ട്. വായിൽ ഇഷ്ടം പോലെ പല്ലുകൾ ഉണ്ടെങ്കിലും ചവച്ച് കഴിക്കുന്ന പരിപാടിയൊന്നും ഇവർക്കില്ല. ഭക്ഷണം വിഴുങ്ങലാണ് ഇവർക്കിഷ്ടം. തീറ്റ വലിയ മീനുകളാണെങ്കിലും തലഭാഗമാണ് ആദ്യം ഇവർ അകത്താക്കുക. ശൽക്കങ്ങളും മുള്ളുകളും തൊണ്ടയിൽ കുത്തി മുറിവേൽപ്പിക്കാതിരിക്കാനാണ് ഈ തീറ്റ ശ്രദ്ധ. വവ്വാലുകളെ പോലെ എക്കോ ലൊക്കേഷൻ രീതിയാണ് ഇവർ ഇരകളെ കണ്ടെത്താനും മറ്റും ഉപയോഗിക്കുന്നത്. മനുഷ്യരെയും കുരങ്ങുകളെയും പോലെ കണ്ണാടിയിൽ കാണുന്നത് സ്വന്തം പ്രതിബിംബമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഇവർക്കുണ്ട്. ഉയർന്ന ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്ന ഇവർ പരിക്കേറ്റ മറ്റു ഡോൾഫിനുകളെ രക്ഷിക്കുന്നത് കൂടാതെ കടലിൽ അപകടത്തിൽപ്പെട്ട മനുഷ്യരെയും രക്ഷിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ട്.
പരിശീലനം ലഭിച്ചവ ട്രെയിനറുകളുടെ ആംഗ്യങ്ങൾ അനുസരിച്ച് പല വിക്രിയകളും കാണിക്കുകയും ചെയ്യും. അതിനാൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇവരുടെ ഷോകൾ ഉണ്ടാകാറുണ്ട്. ഉറങ്ങുന്ന സമയത്ത് തലച്ചോറിൻ്റെ ഒരു അർദ്ധഗോള ഭാഗം മാത്രം ഷട്ട് ഡൗൺ ചെയ്ത് പാതി ഉറക്കം നടത്താൻ ഇവർക്ക് കഴിവുണ്ട്. ആ സമയം വിപരീത ഭാഗത്തെ കണ്ണ് മാത്രം അടയുകയും ചെയ്യും. ഒരു കണ്ണടച്ചുള്ള അർദ്ധനിദ്ര എന്ന് പറയാം. മതികെട്ടുറങ്ങിപ്പോയാൽ ശ്വാസം കഴിക്കൽ അവതാളത്തിലാകും. കൂടാതെ വലിയ ഇരപിടിയന്മാരുടെ വായിലാവുകയും ചെയ്യും. അതിൽ നിന്നും രക്ഷപ്പെടാനാണ് പരിണാമകരമായി ഇത്തരം പാതി ഉറക്കത്തിനുള്ള കഴിവ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം മാറി മാറി 4 മണിക്കൂർ വെച്ച് കണ്ണുകൾ അടച്ച് 8 മണിക്കൂറോളം ഇവർക്ക് ഉറങ്ങാൻ സാധിക്കും. പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിവുണ്ട്. ആശയവിനിമയത്തിന് ഇത്തരം ശബ്ദങ്ങൾ ഇവർ ഉപയോഗിക്കാറുണ്ട്. വെള്ളത്തിനുള്ളിൽ പുറത്തും വളരെ സൂക്ഷ്മമായി ശബ്ദങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും ഇവർക്കുണ്ട്. വവ്വാലുകളെ പോലെ എക്കോ ലൊക്കേഷൻ രീതിയാണ് ഇവർ ഇരകളെ കണ്ടെത്താനും മറ്റും ഉപയോഗിക്കുന്നത്. കടലിനടിയിലെ അവസ്ഥകളൊക്കെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ഇവർ. ഇവർക്ക് കണ്ണിലും പ്രധാന സഹായം കേൾവിയാണെന്ന് തന്നെ പറയാം. അതിനായി കാഴ്ചശക്തി ഇല്ലാത്തവർ പോലും അതിജീവിക്കും. പ്രസവം വളരെ വ്യത്യസ്തമാണ് ഇവരുടെ. മറ്റ് സസ്തനികളിൽ ഭൂരിഭാഗം പ്രസവിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലയാണ് ആദ്യം പുറത്തേക്ക് വരിക. എന്നാൽ ഡോൾഫിൻ പ്രസവിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വാൽഭാഗമാണ് പുറത്തേക്ക് വരിക. പ്രസവ സമയത്ത് മറ്റു ഡോൾഫിനുകളും ഗർഭിണിയുടെ പ്രസവം എടുക്കാൻ മിഡ് വൈഫിനെ പോലെ സഹായിക്കും. മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങളോളം കുഞ്ഞിന് അമ്മ പാൽ നൽകും. ഒരു പ്രസവത്തിൽ സാധാരണ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 12 മാസമാണ് ഗർഭകാലം. കുഞ്ഞുങ്ങളെ എടുത്ത് നടക്കുന്നില്ല എന്നേ ഉള്ളൂ. എപ്പോഴും കൂടെ തട്ടിയും മുട്ടിയും മുകളിലേക്ക് ശ്വാസം കഴിക്കാൻ ഉയർത്തിയും അമ്മ ശ്രദ്ധയോടെ മാസങ്ങൾ വളർത്തും. അമ്മ സ്നേഹികളായ പെൺമക്കൾ ചിലപ്പോൾ അവരുടെ മക്കളെ വളർത്താനും തിരിച്ചു വന്ന് അമ്മയുടെ കൂടെ കഴിയാറുണ്ട്. മനുഷ്യരെ വേട്ടയാടൽ, കടലിലെ ശബ്ദമാലിന്യം, എണ്ണക്കപ്പലുകളിൽ നിന്നും മറ്റും ഉള്ള അഴുക്കുകൾ തുടങ്ങിയ പല കാരണങ്ങളാൽ ഡോൾഫിനുകൾ അതിജീവന പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 40 മുതൽ 60 വയസ്സുവരെ ഇവയ്ക്ക് ആയുസ്സുണ്ടെങ്കിലും പലതും അതിനു മുമ്പേ തന്നെ ചത്തുപോകുന്നുണ്ട്. മനുഷ്യരെ പോലെ, മനുഷ്യക്കുരങ്ങുകളെ പോലെ ഇമോഷനുകളും സ്വത്വബോധവും ഒക്കെ ഉള്ള ഇവരെ വെറും മൃഗമായി മാത്രം കാണുന്നതിന് പകരം കുറേ കൂടി മനുഷ്യത്വം അവർ അർഹിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്കിനി കാണാം ഗൈസ്.